ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ റീസെൻ്റ്ലി ഒരു ക്യാമറ എടുത്തായിരുന്നു. അപ്പം ആ ക്യാമറ എങ്ങനെയുണ്ടെന്ന് വെച്ചിട്ട് ഒരുപാട് ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് മെസ്സേജ് ചെയ്ത് കോൾ ചെയ്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആ ക്യാമറ ഏതാണെന്ന് വെച്ചാൽ സോണിയുടെ ഏറ്റവും പുതിയ A7M5 എന്ന മോഡലാണ്. ഞാൻ റീസെൻ്റ്ലിയാണ് ഈ ക്യാമറ വാങ്ങിയത്. അപ്പം എല്ലാവരും ചോദിക്കുമ്പോൾ നമുക്ക് ഈ ക്യാമറയെ പറ്റി ഒരു റിവ്യൂ പറയുക എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കൊരാളെടുത്ത് ഈ ക്യാമറയെ പറ്റി ഒരു റിവ്യൂ പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പം യൂട്യൂബിലെ റിവ്യൂസും കാര്യങ്ങളും നോക്കിയിട്ട് ആണ് ഞാൻ വാങ്ങിയത്. ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിയത്. അപ്പം ഞാനിത് കൂടാതെ സോണി അല്ലാതെ ഞാൻ കാനോൺ യൂസ് ചെയ്യുന്നുണ്ട്. സോണിയുടെ M4 യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ M4ൽ നിന്ന് M5ലേക്ക് അപ്ഡേറ്റ് ചെയ്തു. സോ അപ്പം ഞാനൊരു 5 വർക്ക് ഈ ക്യാമറയിൽ ഇതുവരെ എടുത്തിട്ടുണ്ട്. ഇതാണ് ക്യാമറ. ഈ ക്യാമറ ഞാൻ എന്തുകൊണ്ട് ചൂസ് ചെയ്തു എന്ന് ചോദിച്ചാൽ, എനിക്ക് ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ M4 യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നതുകൊണ്ടും M4ൽ നിന്ന് M5ലേക്ക് അപ്ഡേറ്റ് ചെയ്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, കുറച്ച് ഇതിലേക്ക് പുതിയ ക്യാമറയിൽ കുറച്ച് ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ വർക്ക് ഫ്ലോയ്ക്ക് അത് വളരെ ഗുണം ചെയ്യുമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ M5ലേക്ക് ആഡ് ചെയ്തത്. ഏറ്റവും വലിയ ഈ ക്യാമറയിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഗ്രിപ്പിംഗ് ആണ്. ആക്ച്വലി നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ M4ലെ ഗ്രിപ്പിനെ പോലെയല്ല, M5ലെ ഗ്രിപ്പ് അത്യാവശ്യം ഇത്തവണ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഈ ഗ്രിപ്പ് നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് ഹൈക്ക് ഹോൾഡ് ചെയ്യാനൊക്കെ ഇപ്പം കാനോണിൽ വന്ന ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ റബ്ബർ ടൈപ്പിലാണ് ആക്ച്വലി ഇതിൻ്റെ ഗ്രിപ്പ് വന്നിരിക്കുന്നത്. അത് നമുക്ക് ഹോൾഡ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ മാറിയിട്ടുണ്ട്. M5ൽ M4ൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേക്ക് ചേഞ്ചസ് ഉണ്ട്. അതും ഒരു ഘടകമാണ്. കാരണം നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് ചില ലോ ആംഗിളോ അല്ലെങ്കിൽ എടുക്കുന്ന സമയത്ത് നമുക്ക് ആക്സിസ് ഷിഫ്റ്റ് ചെയ്യണമെന്നെങ്കിലോ ടിൽറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ നമുക്കത് യൂസ്ഫുള്ളാണ്. എങ്ങനെ വേണമെങ്കിലും ഇത് മാറ്റാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരുപാട് റീൽസൊക്കെ കണ്ടിട്ട് ആൾക്കാർ പാനിക്കാണ്. അതായത് ക്യാമറയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഹീറ്റ് ആവുന്നുണ്ടോ, ക്യാമറ ഓഫായി പോകുന്നുണ്ടോ, റെക്കോർഡ് ആവുന്നുണ്ടോ. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ ഈ ക്യാമറ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഈ ക്യാമറ എടുക്കാവൂ. ആക്ച്വലി ഇപ്പം നമ്മളൊരു പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ കമ്പനി ചില കാര്യങ്ങൾ പറയും. അതായത് അതിന് സപ്പോർട്ടായിട്ടുള്ള ലെൻസുകൾ, കാർഡുകൾ, ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മളൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ആ പ്രോഡക്റ്റിനെ പറ്റി എല്ലാം അറിഞ്ഞിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ. പിന്നെ ഞാനൊരു വീഡിയോ കണ്ടത് ആക്ച്വലി ക്യാമറ ഓണായി വരാനുള്ള ഡിലേ വരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ എൻ്റെ ക്യാമറ ഓണായി 10 സെക്കൻഡ് എടുത്താലേ ക്യാമറ ഓണായി വരുന്നുള്ളൂ എന്നുള്ളൊരു വീഡിയോ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ എൻ്റെ ക്യാമറയ്ക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്കിതുവരെ ഫീൽ ചെയ്തിട്ടില്ല. അതാണ്ട് ഞാൻ ഓണാക്കുന്നു, 10 സെക്കൻഡ്സിൻ്റെ ഒരു ടൈം ഡിലേ എനിക്ക് ക്യാമറയിൽ ഉണ്ടോ. അത് ഓഫ് ചെയ്തു, വെയിറ്റ്. അപ്പോൾ ക്യാമറ ഓഫായി, റെഡി, ക്യാമറ ഓണായി വന്നു. അപ്പോൾ 10 സെക്കൻഡ്സിൻ്റെ ഡിലേ ഒന്നും എനിക്കിതുവരെ ഫീൽ ചെയ്തിട്ടില്ല ഈ ക്യാമറയിൽ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന കാർഡ് അത്യാവശ്യം സ്പീഡുള്ള കാർഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനിപ്പം 2 സ്ലോട്ട്സിലും രണ്ട് കാർഡും യൂസ് ചെയ്യുന്നുണ്ട്. എന്നാണ്ട് ഞാൻ ടൈപ്പ് B കാർഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഹോമൻ്റെ 256 GB കാർഡ് ഞാൻ ഒരു ടൈപ്പ് A കാർഡ് യൂസ് ചെയ്യുന്നുണ്ട് ഒരു സ്ലോട്ടിൽ. കൂടാതെ സോണിയുടെ തന്നെ ടഫ് കാർഡ് 64 GB ടഫ് കാർഡ് ഫോർ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 കാർഡിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അറ്റ് എ ടൈമിൽ 2 കാർഡിട്ട് ഷൂട്ട് ചെയ്തിട്ടും എനിക്ക് ഇതുവരെ ഹീറ്റിംഗ് പ്രോബ്ലംസ് ഒന്നും ഇതുവരെ കാണിച്ചിട്ടില്ല. ക്യാമറയ്ക്ക് ഇതുവരെ വേറെ ഇഷ്യൂസ് ഒന്നും കണ്ടിട്ടില്ല. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് യൂസ് ചെയ്യാതെ നമുക്ക് ഒരാളുടെ അടുത്ത് ഈ ക്യാമറ എങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ കാണുന്ന റീൽസിൽ ഇത് റെക്കോർഡ് ആവുന്നില്ല അല്ലെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്. ഈ ഇഷ്യൂസ് ഒന്നും എനിക്കിതുവരെ വന്നിട്ടില്ല. പിന്നെ ക്യാമറ ടോട്ടലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ചാൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ളൊരു ആക്ച്വലി എനിക്ക് ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൈ വിയർക്ക് എന്തെങ്കിലും നമുക്ക് ഈ ഗ്രിപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ ഗ്രിപ്പ് മാറിയപ്പോൾ തന്നെ ഭയങ്കര ഒരു ക്യാമറ യൂസ് ചെയ്യുന്നതിൻ്റെ ഫീല് മാറിയിട്ടുണ്ട്. പിന്നെ ഈ ഡിസ്പ്ലേ സത്യം പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ കമ്പനിയായിട്ട് സംസാരിച്ച സമയത്ത് അവർ പറയുന്നത് ഇതൊരു ജസ്റ്റ് ഒരു മെഷറിങ് ഡിസ്പ്ലേ മാത്രമാണ് ഒരു ക്യാമറയിൽ. അപ്പം പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഉള്ളൊരു ഇഷ്യൂസ് എന്ന് വെച്ചാൽ നമ്മളൊരു ക്ലയൻറ്റിനെ ഫോട്ടോ എടുത്തതിന് ശേഷം ക്ലയൻറ്റിനെ ഫോട്ടോ കാണിക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ ഡിസ്പ്ലേയിൽ ക്വാളിറ്റി ലോസ്, അതായത് കാണുമ്പോൾ ഒരു ഭംഗി കുറവ് സോണിയുടെ ക്യാമറകളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. നമുക്ക് ജഡ്ജ്മെൻറ്റ്, അതായത് ഡിസ്പ്ലേയുടേതും വ്യൂ ഫൈൻഡറിൻ്റെയും ഡിസ്പ്ലേക്ക് വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു പ്രീവിയസ് മോഡൽസിൽ. അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യാസം എനിക്ക് A7M5 ഫീൽ ചെയ്യുന്നുണ്ട്. ടോട്ടലി എനിക്ക് ക്യാമറ വളരെ ഇഷ്ടപ്പെട്ടു. പ്രീ ഷൂട്ട് ചെയ്യാൻ പറ്റും. ആക്ച്വലി 1 സെക്കൻഡ് വരെയുള്ള പ്രീ ഷൂട്ടിംഗ് ഓപ്ഷൻസൊക്കെ ഇതിനകത്തുണ്ട്. ഓപ്ഷൻസിനെ കുറിച്ചൊന്നും ഞാൻ അധികം ഒന്നും പറയുന്നില്ല. ഇപ്പം നമ്മളിപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്തിട്ടിരിക്കുന്ന ക്യാമറ എങ്ങനെ ഉണ്ട്. ഇപ്പം പുതിയ ക്യാമറ ആയതുകൊണ്ട് ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിക്കുന്നു ഇത്
എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ ബ്രോ, ഞാനിത് എടുക്കുന്നതിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ ബ്രോ, എന്തുകൊണ്ടാണ് ഇതെടുത്തത്, ഇപ്പോൾ വേറെ ക്യാമറകളില്ലേ, അല്ലെങ്കിൽ അതിലേക്ക് പോകാതെ ഈ ക്യാമറ എടുത്തത്. നമ്മളിപ്പോൾ ഒരു ക്യാമറ എടുക്കുമ്പോൾ എൻ്റെ ഒരു ക്യാമറ എടുക്കുന്ന സമയത്ത് എൻ്റെ പർപ്പസ് എന്താണെന്ന് നോക്കിയിട്ടാണ് ഞാൻ ക്യാമറ എടുക്കുന്നത്. ഞാനങ്ങനെ ഒരു ബ്രാൻഡിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരാളല്ല. ഇപ്പം ഞാൻ കാനോൺ യൂസ് ചെയ്യുന്നുണ്ട്, ഞാൻ നൈക്കൺ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു ബ്രാൻഡ് നമുക്കിപ്പം ഓരോ പർപ്പസ് ആയിരിക്കും. നമ്മൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പം നിങ്ങളൊരു ക്യാമറ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പർപ്പസ് എന്താണെന്ന് ഞാനത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ പർപ്പസ് അനുസരിച്ച് വേണം നിങ്ങൾ ക്യാമറ എടുക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ക്യാമറയാണോ ഇത്, അല്ലെങ്കിൽ ഞാൻ ആക്ച്വലി ഒരു ഫോട്ടോഗ്രാഫറാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് 6K 4K അല്ലെങ്കിൽ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുന്ന ഒരാളല്ല. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുന്നത് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ടുള്ളൊരു ക്യാമറ ആയിരിക്കും, അല്ലെങ്കിൽ എൻ്റെ വർക്കിനെ റിലേറ്റഡ് ആയിട്ട് ഓക്കെ ആയിട്ട് വരുന്നൊരു ക്യാമറ ആയിരിക്കും ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഞാനിപ്പം ആക്ച്വലി ഈ ഒരു ക്യാമറ എടുക്കാനുള്ള റീസൺ എന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി R5 ഉണ്ട്, കനോണിൻ്റെ R5 ഉണ്ട്, RF ലെൻസുകളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ സോണിക്ക് യൂസ് ചെയ്യുന്നത് ജി മാസ്റ്ററിൻ്റെ 2 ലെൻസുകളാണ് ഉപയോഗിക്കുന്നുണ്ട്, 35 ജി മാസ്റ്റർ 35ഉം ജി മാസ്റ്റർ 85 ജനറേഷൻ 2ഉം. അപ്പോൾ നിങ്ങൾ വേറൊരു കേസ് എന്ന് വെച്ചാൽ, ഇപ്പം എനിക്കറിയാൻ സാധിച്ചത്, ഒരുപാട് വലുതായിട്ടൊന്നും എനിക്കറിയില്ല, കമ്പനിയായിട്ട് സംസാരിച്ചതും എനിക്കറിയാൻ സാധിച്ചത്, ഇപ്പം A1 2ലും R5 M5ലും നമുക്കിപ്പം സപ്പോർട്ടഡ് വരുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഈ പഴയ ലെൻസുകളും, അതായത് ഒരുപാട് കാലപ്പഴക്കങ്ങളുള്ള ലെൻസുകൾ സപ്പോർട്ട് ചെയ്യുന്നതിലും ക്വാളിറ്റി ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ സംസാരിച്ചു. അപ്പോൾ അവരെനിക്ക് തന്നൊരു ഫീഡ്ബാക്ക് അനുസരിച്ച് ഇതുകൊണ്ടാണ് റീസൺസ്. അതായത് പഴയ ക്യാമറകൾ, ഇപ്പോൾ ഇറങ്ങുന്ന ക്യാമറകൾ അത്യാവശ്യം സെൻസറെല്ലാം പുതിയ സെൻസേഴ്സും ഫാസ്റ്റായിട്ടുള്ള ക്യാമറകളാണ്. അപ്പം നമുക്ക് ഇത്രയും കാലപ്പഴക്കം വരുന്ന ലെൻസുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ഇഷ്യൂസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു M5 എടുക്കുകയാണെങ്കിൽ A1 2 എടുക്കാൻ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ A to Z കാര്യങ്ങൾ ഏത് ഷോപ്പുമായിട്ടാണോ, അല്ലെങ്കിൽ ആ ഷോപ്പിൽ അതാത് കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് സംസാരിച്ച് ഇപ്പം നിങ്ങൾ എടുക്കാൻ പോകുന്നപ്പം ഇതിന് ഏത് ലെൻസ് ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിൽ ഏതൊക്കെ ലെൻസുകൾ സപ്പോർട്ട് ചെയ്യും, ഏത് കാർഡ് യൂസ് ചെയ്യണം, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ എനി പ്രോഡക്റ്റ്സ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ യൂട്യൂബിൽ കാണുന്നതും അല്ലെങ്കിൽ എന്താ പറയുക, ഈ വീഡിയോസ് കണ്ട് ഇത് അങ്ങനെയാണ്, ഇത് ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റും, ഇത് 4K ഉണ്ട് 8K ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പോയി എടുത്തിട്ട് നമുക്ക് യൂസ്ഫുൾ ആണോ എന്ന് ആദ്യം നോക്കുക. പിന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന എല്ലാവർക്കും ഇപ്പം പറയുന്ന കണക്ക് ജി മാസ്റ്ററോ RF ലെൻസുകളോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ എടുക്കാൻ പോകുന്ന ക്യാമറകൾ ഏതാണെന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ നമ്മൾ എടുക്കാൻ പോകുന്ന ക്യാമറ ഏതാണെന്നോ, നമുക്ക് നമ്മുടെ ബഡ്ജറ്റിൽ വരുന്ന ലെൻസുകൾ, ആ ലെൻസ് ഈ ക്യാമറയിൽ യൂസ് ചെയ്യുമ്പോൾ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ, ഇതെല്ലാം നോക്കിയിട്ടേ നമ്മൾ ക്യാമറ എടുക്കാവൂ. അപ്പം ഇത് ഞാൻ പറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ, ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഈ ക്യാമറ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ കാർഡുകൾ 2 യൂസ് ചെയ്യുന്നത്, എനിക്ക് ഇതുവരെ ഇഷ്യൂസ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ ചോദിച്ചപ്പോഴും അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇത് 2 ടൈപ്പ്, അതായത് ലെക്സറിൻ്റെ കാർഡും അല്ലെങ്കിൽ ഏഞ്ചൽ ബേർഡിൻ്റെ കാർഡുകൾക്കാണ് ഈ ഒരു ഇഷ്യൂ കണ്ടത് എന്നാണ് അവരെൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം അത് എന്തുകൊണ്ടാണ്, ഇപ്പം നമുക്ക് ചോദിക്കാം, നമ്മൾ ഇത്രയും രൂപ കൊടുത്ത് മേടിച്ച ക്യാമറയിൽ ഈ പറയുന്ന കാർഡ് യൂസ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ക്യാമറ മേടിക്കുന്നതെന്ന്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അവർ പറയുന്നത്, കമ്പനി അതാ പറയുന്നത് അതുകൊണ്ടാണ് എന്നുള്ളതിൽ നമുക്കൊരു ഓപ്ഷൻ പറയാൻ പറ്റില്ല. കാരണം പിന്നെ നമ്മളിപ്പോൾ ഒരു സാധനം മേടിച്ചതിന് ശേഷം ഇങ്ങനത്തെ ഒരു ഇഷ്യൂസൊക്കെ വന്നിട്ട് നമ്മൾ പിന്നെ ഇത് ക്വാളിറ്റി ഇല്ല, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ക്യാമറ മേടിച്ചതിന് ശേഷം ഇനി ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ സർവീസ് സെൻറ്ററിൽ കേസ് പരിപാടിക്കും. ഇതിന് മുമ്പ് എനിക്കൊരു ബാഡ് എഫക്റ്റ് ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഇവിടെ ഞാൻ പറയുന്നില്ല. അപ്പം അതുകൊണ്ട് എല്ലാ കേസസിലും അങ്ങനെ വരാൻ സാധ്യതയില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, എപ്പോഴും നമ്മളൊരു ക്യാമറ എടുക്കുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. അതായത് ഒന്നാമത്തെ കാര്യം, നമ്മൾ എടുക്കുന്ന ക്യാമറ നമുക്ക് യൂസ്ഫുൾ ആണോ, നമ്മുടെ പർപ്പസിന് വർക്കാണോ എന്നുള്ള കാര്യം നോക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ആക്ച്വലി 30 FPS വരെ നമുക്ക് എടുക്കാൻ പറ്റും. അതിനിപ്പോൾ സ്പോർട്സോ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് യൂസ് ചെയ്യുന്നവർക്ക് അത് ഭയങ്കര, ഇപ്പോൾ എനിക്ക് അത്രയും 30 FPS വരെയുള്ള ആവശ്യം എനിക്ക് വരുന്നില്ല. അല്ലെങ്കിൽ ഒരു ഇൻഡോർ ഷൂട്ട് ചെയ്യുന്ന ഒരാൾക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. 30 FPS ലൈറ്റ് വെച്ച് ഷൂട്ട് ചെയ്യുന്നവർക്ക് വരുന്നില്ല. ഒരു വെഡ്ഡിങ് പർപ്പസിനാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഒരു ഷട്ടർ ഇഷ്യൂസ്, M4 ഷട്ടർ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അത് കമ്പനി ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അത് എനിക്ക് തോന്നുന്ന ഒരു ബാച്ചിൽ അവരെൻ്റെ അടുത്ത് പറഞ്ഞത്, വന്നൊരു ബാച്ചിൻ്റെ ഇഷ്യൂസ് ആയിരുന്നു. അതിപ്പോൾ നമുക്കിപ്പം പറയാൻ പറ്റില്ല. ഇപ്പം നമ്മളെ ലക്ക് കണക്കിരിക്കും.
ഇപ്പോൾ നമ്മളൊരു വണ്ടി എടുക്കുകയാണെങ്കിൽ പോലും ചിലപ്പോൾ ചില വരുന്ന ബാച്ചേഴ്സിൽ എന്തെങ്കിലും അതിൻ്റെ പാർട്സിനോ എന്തെങ്കിലുമൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അവർ റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ചില സോണികളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചത് കൊണ്ടും ഞാനിതെല്ലാം എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. എന്നെ സംബന്ധിച്ച് ഇങ്ങനത്തെ ഒരു ഈ പറയുന്ന സോണി ഫാസ്റ്റ് ആണോ ഫാസ്റ്റ് അല്ലയോ എന്ന് ചോദിച്ചാൽ ഒരു ടൈം ഡിലേ എനിക്ക് വരുന്നത് 10 സെക്കൻഡ്സ് ഒന്നും ഞാൻ വരുന്നില്ല കേട്ടോ. ഞാൻ ഓൺ ആക്കി ഓഫ് ചെയ്തു ക്യാമറ. എൻ്റെ ഇതിപ്പം 10 സെക്കൻഡ്സിനപ്പോൾ അത്രയും വരുന്നില്ല കേട്ടോ, ക്യാമറ ഓണായി വരും. പിന്നെ നമ്മൾ ഈ പറയുന്നവർക്ക് പെട്ടെന്ന് ഓണാക്കുന്ന ഇതൊരു ഇലക്ട്രോണിക്സ് ഡിവൈസ് ആണ്. പിന്നെ നമ്മൾ ഈ ലെൻസ് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ക്യാമറയ്ക്ക് അറിയണം നമ്മൾ ഏത് ലെൻസാണ് നമ്മൾ ക്യാമറയിലേക്ക് ഇൻസേർട്ട് ചെയ്തതെന്നത്. അതറിയണമെന്ന് ഇത് ഓണായി വരുമ്പം ഇതിന് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യണം, എന്നാലേ ഇത് അറിയാൻ പറ്റത്തുള്ളൂ. കാരണം എനിക്ക് അങ്ങനത്തെ വരാം ഈ പറയുന്ന ഒരു ഇഷ്യൂ വന്നു. അതായത് ഞാൻ ആദ്യം ഫസ്റ്റ് ടൈമിൽ ഞാൻ ഓണാക്കി ഇതുവരെ വരുന്ന എനിക്കൊരു 10 സെക്കൻഡ്സ് സമയം വരും ചില ലെൻസുകൾ തിരിച്ചു വരും. അപ്പോൾ ഞാൻ സർവീസ് സെൻറ്ററിൽ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് ക്യാമറ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ലെൻസ് ക്യാമറയിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ക്യാമറ ഡിക്റ്റേറ്റ് ചെയ്യണം. അതായത് ക്യാമറയിലേക്ക് ഏത് ലെൻസാണ് ഇട്ടതെന്ന് ക്യാമറയ്ക്ക് നമുക്ക് അറിയണമല്ലോ. ഇപ്പം നമ്മളിപ്പം ഇതറിയാതെ ഇത് വർക്ക് ചെയ്യുന്ന ഇതൊരു സോഫ്റ്റ്വെയറിലല്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ലെൻസിൻ്റെ അപ്ഡേഷൻസ് കറക്റ്റ് ആണോ എന്ന് എപ്പോഴും ചെക്ക് ചെയ്യണം. അതായത് ലെൻസിന് അപ്ഡേഷൻസ് വരും. നമ്മൾ മിക്ക ആൾക്കാരും ക്യാമറ പോലും അപ്ഡേറ്റ് ചെയ്യില്ല, കറക്റ്റ് ടൈമിൽ ക്യാമറ അപ്ഡേറ്റ് ചെയ്യില്ല. അപ്ഡേഷൻസ് വന്നു കഴിഞ്ഞാൽ ക്യാമറ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ചിലപ്പോൾ എന്തെങ്കിലും ബഗ്സ് കാണും. അപ്പോൾ അത് ഫേംവെയർ അപ്ഡേറ്റിലായിരിക്കും അത് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ ലെൻസിന് അപ്ഡേറ്റ് ഉണ്ട്. പിന്നെ മാക്സിമം ഈ പറയുന്നതാണ് ഇതിൽ ജി മാസ്റ്ററിൻ്റെ എനിക്ക് തോന്നുന്നു പഴയ ജി മാസ്റ്റർ 85 ഫസ്റ്റ് ജനറേഷൻ ലെൻസുകൾക്കും ഈ ഒരു ക്വാളിറ്റി ലോസ് ഇവർ പറയുന്നുണ്ട്. അതിനൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ടെന്നാണ് അറിയാൻ പറ്റിയത്. അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. കൂടുതലായിട്ട് പറയാൻ ഞാനൊരു ടെക്നീഷ്യൻ അല്ല. ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് പറഞ്ഞത്, ഞാൻ ഇപ്പം ക്യാമറ എടുത്ത ഉടനെ ഞാനൊരു വീഡിയോ എടുക്കുക, ഇതാണ് എൻ്റെ പുതിയ ക്യാമറ, ഞാൻ ഇങ്ങനെയാണ്, ഈ ക്യാമറയിൽ ഇങ്ങനെയാണ്, അങ്ങനെ ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ അങ്ങനെ നമ്മളൊരു വീഡിയോ ചെയ്യുന്നതിൽ അർത്ഥമില്ല. കാരണം നമ്മൾ ഒരാളെ ഫേക്ക് ചെയ്ത് സംസാരിക്കാൻ പാടില്ല. കാരണം നമ്മൾ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇപ്പം ഞാനൊരു 5 വർക്ക് എടുത്തു, 5 വർക്ക് ചെയ്തിട്ട് പല കണ്ടീഷൻസിൽ വർക്ക് ചെയ്ത് നോക്കി, എനിക്കിതുവരെ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഫീൽ ചെയ്തില്ല. ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ. പിന്നെ എല്ലാവരും വിളിച്ച് ചോദിക്കുന്നത് കൊണ്ടും എല്ലാവർക്കും മറുപടി പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ക്യാമറ എനിക്ക് ഞാൻ ഹാപ്പിയാണ്. ഇതുവരെ എനിക്ക് പ്രശ്നങ്ങളൊന്നും ക്യാമറകൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. നിങ്ങൾ ക്യാമറ യൂസ് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ പർച്ചേസ് ചെയ്യുക. അത് ഏത് മോഡലോ ഏത് കമ്പനിയോ ഏത് മോഡലോ ആവട്ടെ, നിങ്ങൾ യൂസ് ചെയ്തതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക. ഇത്രയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. പിന്നെ ഈ പറയുന്ന കണക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന കാർഡ് എപ്പോഴും ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു സേഫ്റ്റിക്ക് 2 കാർഡ് ഇട്ട് ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുക എപ്പോഴും. അല്ലെങ്കിൽ ഇൻ കേസ് ഒരു കാർഡ് എററാവുകയോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ ലോസ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ 2 കാർഡ് യൂസ് ചെയ്യുക മാക്സിമം. നമ്മളിപ്പം ആനയെ വാങ്ങാൻ തോട്ടി വാങ്ങാൻ കാശില്ല എന്ന് പറയുന്ന കണക്കാണ്. കാർഡ് മേടിക്കുമ്പോൾ അത്യാവശ്യം സ്പീഡുള്ള കാർഡ് തന്നെ മേടിക്കുക. റീഡിങ് സ്പീഡും റൈറ്റിംഗ് സ്പീഡും നോക്കുക. ഈ കാർഡ് കഴിഞ്ഞാൽ ഹോമിൻ്റെ കാർഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്തുള്ളത് ഹോമിൻ്റെ കാർഡാണ്. ഞാനൊരു 1 year ആയിട്ട് ഈ കാർഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ നമ്മൾ ഒരു ജസ്റ്റ് ഒരു ഈ നമ്മുടെ കാർഡ്സിൻ്റെയൊക്കെ ലൈഫ് നമുക്ക് ചെക്ക് ചെയ്യാൻ നമുക്കറിയാമല്ലോ. ഫോണിലൊക്കെ ബാറ്ററി ലൈഫ് ചെക്ക് ചെയ്യുന്ന കണക്ക് കാർഡിൻ്റെ ഫോർമാറ്റ് ചെയ്യുന്നതോറും മെമ്മറി കാർഡ്സിൻ്റെ ലൈഫും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതുപോലെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ കാർഡ്. കാരണം നമ്മൾ വർക്ക് എടുക്കുക, അല്ലെങ്കിൽ വർക്ക് ലോസ് അല്ലെങ്കിൽ ഡേറ്റ ലോസ് ആയി പോകാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. മീൻസ് ലോസ് ആയി പോയിട്ടില്ല, നമ്മൾ റിക്കവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മളൊരു സേഫ്റ്റിക്ക് എപ്പോഴും 2 കാർഡിൽ ഷൂട്ട് ചെയ്യുക മാക്സിമം. അവർ പറയുന്ന മീൻസ് നല്ല സ്പീഡുള്ള കാർഡ് യൂസ് ചെയ്യുക. ലെൻസിൻ്റെ കേസസും ഇത് തന്നെയാണ്. അപ്പം ക്യാമറയെ സംബന്ധിച്ച് വേറെ ഇഷ്യൂസൊന്നും ഞാൻ ഈ ഇത്രയും വർക്ക് എടുത്തിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എന്തെങ്കിലും ഒരു ഇഷ്യൂസ് കൊണ്ട് വരുവാണെങ്കിൽ നമ്മളത് അടുത്തൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പം ഫോട്ടോഗ്രാഫിയിൽ ഞാൻ ഈ ക്യാമറയിൽ ഹാപ്പിയാണ്. ഇതൊരു എന്താ പറയുക, ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. കാരണം ഇത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ച, എൻ്റെ സ്വന്തം കാശിന് മേടിച്ച ക്യാമറയാണ്, കമ്പനി ഫ്രീ ആയിട്ട് തന്ന ക്യാമറ അല്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുക, ഉപയോഗിച്ച് നോക്കുക. ഓക്കെ, ബൈ.